അമ്മ അമ്മയുടെ രാവിലത്തെ കോവിൽ ദർശനമൊക്കെ കഴിഞ്ഞോ? അവൻ വിഷയം മാറ്റാൻ എന്നതുപോലെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആലീനയാണെങ്കിൽ ആകെ കാറ്റുപോയ പോലെ നിൽക്കാണ്. എല്ലാം മുടിച്ചിർക്ക്. അവന്റെ മുഖത്തേക്ക് നോക്കി അവര് പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ ഒന്ന് നോക്കി. അമ്മയ്ക്ക് ഇടയ്ക്ക് ചിലപ്പോൾ തമിഴ് കയറി വരും. മലയാളിയാണെങ്കിലും താമസം ചെന്നൈ അല്ലേ, അതുകൊണ്ട് തമിഴ് കൂടുതൽ സംസാരിക്കും. അപ്പാടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അമ്മയും ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയും. അവളുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടുകൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു. ഏതായാലും അമ്മയ്ക്ക് കത്തിവെച്ച് കൊല്ലാനുള്ള സമയം ഇപ്പൊ ഇല്ല. ഇയാൾക്ക് ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് കോളേജിൽ പോകേണ്ടതാണ്. അതുകൊണ്ടേ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരുന്നു. പെട്ടെന്ന് അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല, കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ആ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ അമ്മ അത് തന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു. അവൾ ഉടനെ തന്നെ സമ്മതത്തോടെ തലയാട്ടിയിരുന്നു. തന്റെ സമയം ഒരുപാട് പോയി കാണും അല്ലേ? അവൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഫോൺ വിളിച്ച് സംസാരിച്ചതിന് എങ്ങനെയാ ഒരുപാട് സമയം പോകുന്നത്? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചിരുന്നു. ഏതായാലും താൻ തന്നെ എല്ലാം ചെയ്യണ്ട എന്ന് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അവൻ പറഞ്ഞു. വേണ്ട, സാറ് കോളേജിൽ പോകാൻ റെഡി ആയിക്കോ, ഞാനെല്ലാം ചെയ്തോളാം. മാത്രല്ല ഇവിടെ ഇങ്ങനെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാനുമില്ലല്ലോ. അവൾ പറഞ്ഞതും അവൻ വേഗം റൂമിലേക്ക് പോയിരുന്നു. അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ അവളെന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റൗവിൽ പാലും വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തൂവാറായിരിക്കുന്നു. അവളത് അറിയുന്നില്ല. മറ്റെന്തോ ചിന്തയിലാണെന്ന് അവന് തോന്നി. ഹലോ, അവൻ വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടി മുഖം ഉയർത്തിയത്. നോക്കിയപ്പോൾ ഒരു ടവൽ കൊണ്ട് മുടിയും തോർത്തിക്കൊണ്ട് നോക്കി നിൽക്കുന്നവനെയാണ് അവൾ കണ്ടത്. പെട്ടെന്നൊരു നിമിഷം അവളുടെ ശരീരത്തിൽ അറിയാതെയാണെങ്കിലും അവന്റെ കൈകളൊന്ന് തൊട്ടിരുന്നു. അവനത് അറിഞ്ഞിട്ടില്ല. എന്നാൽ അവൾക്ക് ആ നിമിഷം എന്തോ തോന്നി. ഇത്രയും സമയം ആലോചിച്ചുകൊണ്ടിരുന്നത് അവനെക്കുറിച്ചാണ്. അവന് തന്നോടുണ്ടെന്ന് പറഞ്ഞ സ്നേഹം ഇപ്പോഴും ഉണ്ടാകുമോ എന്ന്. പിന്നെ അവന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊന്നും മറുപടിയില്ല. ആളെക്കുറിച്ച് എന്തൊക്കെയോ ചിന്തിക്കാൻ തോന്നുന്നു. എപ്പോഴും ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ആള് മാത്രമാണ്. അതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് തന്നെ അറിയില്ല. എന്താണ്? ഗ്രാഹ്യമായ എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ വെറുതെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അവൾ ഒരു ചമ്മലോടെ മറുപടി പറഞ്ഞു. തൻ്റെ മനസ്സ് അവൻ മനസ്സിലാക്കിയാലോ എന്നുള്ളൊരു ഭയം. സാറ് വീട്ടിൽ പോയില്ലല്ലോ ഇതുവരെ? എന്തു പറ്റി? ഇപ്പൊ ജോലി കിട്ടിയിട്ട് കുറച്ചു നാളായില്ലേ? ഇതുവരെ വീട്ടിലെന്താ ചെല്ലാത്തതെന്ന് വീട്ടിലുള്ളവരൊക്കെ ചോദിക്കില്ലേ? അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. പോണം. എന്തോ ഈ നാട്ടിൽ എന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന എന്തോ കാര്യമുള്ളത് പോലെ തോന്നുന്നു. അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അടുത്ത നിമിഷം തന്നെ അവൾ അവനെ ഒന്ന് നോക്കി. അപ്പൊ തന്നെ അവൻ നോട്ടം മാറ്റിയിരുന്നു. അതെന്താ? മറുപടി അറിയുവാനുള്ള ആകാംക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒന്ന് ഇവിടെ തന്നെ നിലനിൽക്കാൻ എന്നും നിർബന്ധിക്കുന്നത് പോലെ. അവള് വേഗം അവന് ചായ നീട്ടി. താനെന്താ ചായ കുടിക്കാത്തത്? എനിക്ക് വേണ്ട, സാറ് കുടിച്ചോളൂ. എടോ, ഇവിടെ ഈ മുതലാളി തൊഴിലാളി സിസ്റ്റം ഒന്നും എടുക്കേണ്ട താൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, സത്യത്തിൽ എനിക്കിപ്പോൾ ഇവിടെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല. പിന്നെ താൻ എല്ലാ ദിവസവും വരുന്നത് എനിക്കൊരു പ്രത്യേക പോസിറ്റീവ്നെസ് ആണ്, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ഇവിടെ തന്നെ ജോലിക്കാരിയായി ഒന്നും കരുതിയിട്ടില്ല. അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു. സാറ് തമാശ പറഞ്ഞതല്ലല്ലോ. ശരിക്കും ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരുമല്ലോ അല്ലേ? ഞാൻ അമ്മയോട് പറയും സാറ് വീട്ടിൽ വരുമെന്ന്. പറഞ്ഞ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. അവൾ പെട്ടെന്ന് പറഞ്ഞു. ഈ സൺഡേ താൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. സൺഡേ എനിക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല. അവൻ പറഞ്ഞു. ശരി, എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതനുസരിച്ച് സാറ് വന്നാൽ മതി. ആയിക്കോട്ടെ. പറഞ്ഞുകൊണ്ട് അവൾ കൊടുത്ത ചായ ഒന്ന് സിപ്പ് ചെയ്തു. അറിയാതെ അവളുടെ മിഴികൾ അവന്റെ മുഖത്തേക്ക് തന്നെ പാഞ്ഞു പോയിരുന്നു. മനസ്സിന് എന്തോ ഒരു ചാഞ്ചാട്ടം പോലെ അലീനയ്ക്ക് തോന്നി. ഇതുവരെ തോന്നാത്തതുപോലെയുള്ള എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ നിറയുന്നു. മനസ്സ് അവനൊരു സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സഹായിക്കാനുള്ള അവന്റെ മനസ്സായിരിക്കാം. പ്രണയം നിരസിച്ചാൽ പെൺകുട്ടികളെ പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കാൻ പോലും മടിക്കാത്ത ആളുകളുള്ള നാട്ടിലാണ് ഒരാൾ പ്രണയം നിരസിച്ചിട്ടും താൻ നന്നാവണമെന്നും തൻ്റെ ജീവിതം മികച്ചതാവണമെന്നും കരുതി തനിക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്കൊരു അത്ഭുതമാണ് തോന്നിയത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ ചുരുക്കമാണുള്ളത് എന്ന് അവൾ ഓർമ്മിച്ചു. അന്ന് കോളേജിൽ ചെന്നപ്പോഴും ക്ലാസ് എടുക്കുന്ന അവനെ തന്നെയാണ് അവൾ ശ്രദ്ധിച്ചത്.
അങ്ങേയറ്റം ആരാധനയോടെ നോക്കാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയോടെ തന്നെ അവൾ കേട്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞതുപോലും അവൾ അറിഞ്ഞില്ലെന്ന് തോന്നി. അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് മഞ്ജരി ചോദിച്ചു, ക്ലാസ് കഴിഞ്ഞൊന്നും മോൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അവൾ ഒരു ചമ്മൽ നിറഞ്ഞ ചിരി ചിരിച്ചു. നീ ഈ ലോകത്തെങ്ങും അല്ലല്ലോ. എന്താടി, നിനക്ക് സാറിന്റെ ക്ലാസ് കൂടുതൽ സമയം കേട്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു കുസൃതിയോടെ മഞ്ജരി ചോദിച്ചതും അവളുടെ മുഖത്തേക്ക് ഒന്ന് കൂർപ്പിച്ചു നോക്കിയിരുന്നു ആ നിമിഷം അലീന. ഒന്ന് പൊടി, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ വെറുതെ സാറിനെ കുറിച്ച് ആലോചിച്ചിരുന്നതാണ്, അവള് പറഞ്ഞു. അത് തന്നെയാ ചോദിച്ചത്. സാറിനെ കുറിച്ച് ഇത്രമാത്രം എന്താ നിനക്ക് ആലോചിക്കാനുള്ളത്? നിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ് മോളെ. സാറാണെങ്കിൽ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ വന്നപ്പോൾ നിനക്കൊടുക്കത്തെ ചാട. ഇപ്പൊ നിനക്ക് സാറിനെ കണ്ടുകൂടാ. അപ്പോൾ നിനക്ക് സാറിനെ ഇഷ്ടമായപ്പോൾ സാറിന് നിന്നെ ഇഷ്ടമാണോ എന്നുള്ള ഡൗട്ട്, അല്ലെങ്കിൽ വീണ്ടും സാറിനോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനുള്ള മടി, ഇതൊക്കെയല്ലേ ഇപ്പൊ നിന്റെ മനസ്സിലുള്ളത്? അത്രയും കൃത്യമായി പറയുന്ന അവളെ ഒരു അമ്പരപ്പോടെ തന്നെയാണ് ആ നിമിഷം അലീന നോക്കിയത്. അവള് പറഞ്ഞത് മുഴുവനായും ശരിയല്ലെങ്കിലും കുറച്ചൊക്കെ ശരിയാണെന്ന് അലീനയ്ക്കും തോന്നിയിരുന്നു. നീ പറയുന്നത് പോലെ ഒന്നുമല്ല, എനിക്ക് സാറിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നുന്നില്ല. പക്ഷെ സാർ എനിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആളോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. അതിന് നീ പറഞ്ഞൊരു അർത്ഥമാണെന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറയാനാണ് അലീനയ്ക്ക് തോന്നിയത്. തോന്നുന്നില്ലെന്ന് പറയുമ്പോഴും നിന്റെ മനസ്സിലൊരു ഉറപ്പില്ല. ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് നിനക്ക് തന്നെ അറിയില്ല. ശരിക്കും നിന്റെ മനസ്സൊരു വലിയ പിടിവലിയിൽ തന്നെയാണ് ഇപ്പോൾ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നിനക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് തുറന്നു പറയാനും നിനക്ക് ബുദ്ധിമുട്ടാ, അതല്ലേ സത്യം? അവളുടെ മുഖത്തേക്ക് നോക്കി മഞ്ജരി ചോദിച്ചപ്പോൾ അതിന് എന്തോ മറുപടി പറയണമെന്ന് ഒരു നിമിഷം അലീനയ്ക്കും അറിയുമായിരുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുന്ന അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് മഞ്ജരി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്. സാറ് ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ വരുമെന്നല്ലേ പറഞ്ഞത്? മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നീ സാറിനോട് പറയൂ. അപ്പൊ സാറിന് മനസ്സിലാകുമല്ലോ. എന്ത് പറയാനാ നീ പറയുന്നത്? നിനക്ക് സാറിന് ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ എന്തു പറയാനാ? നിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്, നിന്റെ മനസ്സിലുള്ളത് അതാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പിന്നെ അതിലിത്ര ബുദ്ധിമുട്ടി പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു, ഒന്ന് പൊടി, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആണോ? എങ്കിൽ പിന്നെ നീ പോയി പണി നോക്ക്. അങ്ങനെ കാണാൻ കൊള്ളാവുന്ന വല്ല പെമ്പിള്ളേരും കൊത്തിക്കൊണ്ട് പോകുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ മഞ്ജരി എഴുന്നേറ്റ് പോയപ്പോൾ ഒരു നിമിഷം എന്തു പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അലീനയും. അവള് പറഞ്ഞതുപോലെ ആളെ ആരെങ്കിലും പ്രണയിച്ചു പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ക്ലാസ്സിലുള്ള അവളുമാരുടെ നോട്ടം പുള്ളിയുടെ മുഖത്തായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരു സങ്കടവും കുശുമ്പും ഒക്കെ വരും. എന്നാൽ സാറിനോട് തനിക്ക് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇപ്പോഴും കയ്യിലില്ലെന്ന് പറയുന്നതാണ് സത്യം. ഞായറാഴ്ച രാവിലെ അവളുടെ ഫോണിലേക്ക് അർജുന്റെ കോള് വന്നിരുന്നു. വല്ലാത്തൊരു ആവേശത്തോടെയാണ് അവൾ ആ ഫോൺ കോൾ എടുത്തത്. സാറ് വരില്ലേ? അവൾ ചോദിച്ചു. വരും. ഞാൻ ലൊക്കേഷൻ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്, അവൻ പറഞ്ഞു. അവൾ ഒന്നും കൂടി വ്യക്തമായ രീതിയിൽ എവിടെയാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു. അവൻ അതനുസരിച്ച് വരാമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു. അവൾക്കെന്തോ അവൻ വരാൻ തുടങ്ങുന്നുവെന്ന് അറിഞ്ഞ സമയം തന്നെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കയറുന്നത് പോലെ തോന്നി. അവനെ കാണുവാൻ മനസ്സ് വല്ലാതെ തുടി കൊട്ടുന്നുണ്ട്. എന്നാൽ അവൻ അരികിലെത്തുമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു പരവേശവും സന്തോഷവും ഒക്കെ തോന്നുന്നു. അവൾ വേഗം നിലക്കണ്ണാടിക്ക് മുൻപിലേക്ക് നിന്നു. ശേഷം മുഖം നന്നായി ഒന്ന് നോക്കി. എന്തോ കുറവുള്ളതുപോലെ കണ്ണാടിയുടെ മുകളിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു കറുത്ത പൊട്ടെടുത്ത് മുഖത്ത് തൊട്ടു. ശേഷം കണ്ണിൽ ചെറുതായി ഒന്ന് കൺമഷി എഴുതി മൂടി ഒന്ന് ചീകി കെട്ടി. ശേഷം നല്ലതാണോ എന്ന് ഒന്നുകൂടി കണ്ണാടിക്ക് മുൻപിലേക്ക് ഇരുന്നു കൊണ്ട് നോക്കി. നല്ലതാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം അവൾ റോഡിലേക്ക് ഇറങ്ങിയത്. കുറച്ചു സമയം കാത്തിരുന്നുവെങ്കിലും അവൻ വേഗം ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിരുന്നു. ബ്ലൂ നിറത്തിലുള്ള ഒരു ജീൻസും അതിന് ചേരുന്ന വൈറ്റ് കളർ ഷർട്ടുമാണ് അവൻ്റെ വേഷം. ആ വേഷത്തിൽ ആൾക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവൻ ചിരിയോടെ അവൾക്ക് അരികിലേക്ക് നടന്നു വന്നു. ഞാൻ ലേറ്റ് ആയോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയനക്കി. താൻ പള്ളിയിൽ പോയിട്ട് വന്നതാവും അല്ലേ? അവൻ ചോദിച്ചു. ഇല്ല, ഇന്ന് ഞാൻ പള്ളിയിൽ പോയില്ല, സാറ് വരുന്നതുകൊണ്ട്. അത് കൊള്ളാം, ഞാൻ കാരണം തനിക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ല അല്ലേ? അവൻ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദൈവത്തെ കാണാൻ പള്ളിയിൽ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ സാർ.
തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം ഉണ്ടെന്നല്ലേ പറയാറ്. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചിരുന്നു. അത് ശരിയാ. അവൻ ഒരു ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. ശേഷം അവർ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് തന്നെ ആ വഴിയും ആ വീടുമൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് അവൻ മനസ്സിലാക്കായിരുന്നു. വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ചെറിയ വീടാണ്. കഷ്ടിച്ചിടുങ്ങി താമസിക്കാൻ പറ്റും. ആ വീടിന്റെ ഇല്ലായ്മകൾ നോക്കിക്കാണുകയായിരുന്നു ആ നിമിഷം അവൻ. എന്നാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടും അവന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. സാർ ഇരിക്കെ. കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നുന്ന ഒരു കസേര ഇട്ടുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അതിലേക്ക് സന്തോഷപൂർവ്വം ഇരുന്നു. അപ്പോഴേക്കും അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു. അമ്മേ. അപ്പോഴേക്കും ഒരു കോട്ടൺ നൈറ്റിയും അതിന് മുകളിൽ ഒരു ഷോളുമൊക്കെ ഇട്ട് പ്രായമായൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ശരീരത്തിലെ കീമോയും മറ്റുമായിരിക്കാം അവരെ വല്ലാതെ തളർത്തി കളഞ്ഞുവെന്ന് അവന് തോന്നിയിരുന്നു. അവരുടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ശരീരത്തിന്റെ തളർച്ച. അവരെ കണ്ടതും അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. അമ്മേ, ഇത് അർജുൻ സാറ്. അവള് പറഞ്ഞപ്പോൾ അവരവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചതിന് ശേഷം കൈകൂപ്പി. അമ്മയെക്കുറിച്ച് ഇയാൾ പറയാറുണ്ട്. പിന്നെ അമ്മയുടെ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ എനിക്ക് പരിചിതവുമാണ്. അവൻ ഒരു ചിരിയോടെ പറഞ്ഞു. സാറ് ഭക്ഷണം കഴിച്ചിരുന്നോ? ഞങ്ങളിവിടെ സാറിന് വേണ്ടി പാലപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാമോ? അവൾ മടിയോടെ ചോദിച്ചു. അയ്യോ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ട്? അത്രയും രുചികരമായ ഭക്ഷണമാണല്ലോ ഇവിടെ ഉള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. എങ്കിലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുന്ന് കൂടി കുറച്ചും കൂടി കഴിച്ചേക്കാം. ഒരു താല്പര്യക്കുറവുമില്ലാതെ അവൻ പെട്ടെന്ന് പറഞ്ഞു. അവർക്ക് ആ രീതി വല്ലാതെ ഇഷ്ടമായിരുന്നു. അവന് ഭക്ഷണം വിളമ്പിയത് അലീനയും കൂടി ചേർന്നാണ്. അതിനിടയിൽ അമ്മ അവനോട് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവനെല്ലാം വിശദമായി തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് തന്നെയാണ് പാഞ്ഞത്. അവൻ ഭക്ഷണം കഴിക്കുന്നത് കാണുവാൻ പോലും ഒരു പ്രത്യേക ഭംഗിയാണെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നു. ആദ്യമായാണ് ആളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇതുവരെയും ആളെ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഇന്നെന്തോ കണ്ണുകൾ എത്ര ശ്രമിച്ചിട്ടും അവനിലേക്ക് തന്നെ പാറി വീഴുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ആ മുഖത്തു നിന്നും വിട്ടകലാൻ ആ മിഴികൾ ആഗ്രഹിക്കാത്തതുപോലെ അവനെ തന്നെ നോക്കുകയാണ്. സദാ മിഴികൾ അവന് ചുറ്റും പായുകയാണ്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.